ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കു ആൻഡ് മീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് ഒരു കൂന്തൽ റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കൂന്തലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഇവിടെ 1/2 കിലോ കൂന്തൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 സവാള, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ നാളികേരക്കൊത്തിട്ട്, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും. അപ്പം ഇതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5-6 വിസിലാണ് ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലവണ്ണം വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് എപ്പോഴും നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂന്തളൊക്കെ കഴിച്ചാൽ വയറിന് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വേവിച്ചെടുക്കുന്നത്. അങ്ങനെ അതേ നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നാളികേരക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളികേരക്കൊത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രൈ ആയിട്ട് വരണം. കാരണം നാളികേരക്കൊത്ത് ഫ്രൈ ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് മൂത്തിട്ടാണ് നാളികേരക്കൊത്ത് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സവാള വേഗം തന്നെ എന്താ പറയുക വഴണ്ടി കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനും കൂടിയുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ലാസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ ഇത്ര ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പം അങ്ങനെ അതേ നമ്മുടെ സവോളയൊക്കെ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടിച്ച മുളകുണ്ടല്ലോ, അത് ഇത്തിരി ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഉണ്ടല്ലോ പൊടികളുടെ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റിൽ കുരുമുളക് ഞാൻ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയേക്കാളും കൂടുതൽ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇതിനൊന്നും കൂടി നമ്മളൊന്ന് എല്ലാവരുടെയും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്കാണ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി എന്താ പറയുക നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിലൊന്ന് തക്കാളി ഇട്ടിട്ട് അതിനൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസിലും കിടന്നിട്ട് നമ്മുടെ കൂന്തൽ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വരണം. എങ്കിൽ മാത്രമാണ് ആ എല്ലാ എന്താ പറയുക എല്ലാ ഇൻഗ്രീഡിയൻസും ആ കൂന്തലിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പിടിച്ച് കിട്ടുമ്പോഴാണ് നമ്മുടെ കൂന്തൽ ഫ്രൈക്ക് ആ ടേസ്റ്റ് ഇങ്ങനെ കൂടുന്നത്, എല്ലാ പൊടികളും പിടിക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കണം. കുറേ വെള്ളം ആഡ് ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഇങ്ങനെ വേണ്ടത് ഇത്ര വെള്ളം ഇത്തിരി തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ ഒന്ന് അതിലൊന്ന് മുങ്ങിക്കെടുക്കാവുന്ന ഇത്തിരി ഇതിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പം എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇത് വേഗം തന്നെ ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരേണ്ട കാര്യമുള്ളൂ.
അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ അടി പിടിക്കാണ്ടിരിക്കാനൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ അതേ ഈ വെള്ളം ഇവിടെ ഇങ്ങനെ വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ കുരുമുളക് പൊടി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ റോസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് ഞാനിവിടെ കുരുമുളക് തന്നെയാണ്, അതായത് പെപ്പർ റോസ്റ്റ് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അധികം കുരുമുളകാണ് ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ റോസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അധികം കുരുമുളക് ആഡ് ചെയ്യണതായിരിക്കും മുളക് പൊടിയേക്കാളും നല്ലത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അങ്ങനെ ദേ നമ്മുടെ റോസ്റ്റ് ഇവിടെ ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ, അതായത് 3 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലും കൂടി കിടന്നിട്ട് ഇതൊന്ന് നമ്മൾ വീണ്ടും ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിലും കൂടി കിടന്ന് എന്താ പറയുക, അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണേരെയും കൂടി മണം അതിലേക്ക് ഇങ്ങനെ ഇതാവും. പിന്നെ നമ്മുടെ റോസ്റ്റിൻ്റെ രുചി അങ്ങോട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ നോക്കിയേ, അങ്ങനെ അതേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സ്മെല്ലൊക്കെ അങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.